ഇത് വെരി ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. കാരണം ഇതേപോലത്തെ ക്വസ്റ്റ്യൻ നിങ്ങളതിൽ ബുക്കിൽ കുറെ ചെയ്ത് പഠിച്ച ക്വസ്റ്റ്യൻ ആണ്. പക്ഷെ ഇതില് അവരെന്താ ചെയ്തെന്ന് വെച്ചാൽ നിങ്ങൾ തെറ്റിക്കാൻ വേണ്ടിയിട്ട് അവരെ ക്വസ്റ്റ്യന്റെ പാറ്റേൺ ചെറുതാക്കി ഒന്ന് മാറ്റി. ഇങ്ങനെ നോക്കുമ്പോ അതൊരു ലീനിയർ പേഴ്സ് ആണ്. 3 ആംഗിൾസുകളും കൂടി ആഡ് ചെയ്താൽ എത്ര ഡിഗ്രി കിട്ടണം? 180 അല്ലേ? ഒരു ലൈനിൽ ഇങ്ങനെ 3 ആംഗിൾസുകൾ ആഡ് ചെയ്താൽ 180 കിട്ടണ്ടേ? ആ 180 കിട്ടണം. എവിടെ RAC? ഇവിടെ ചെറിയൊരു പ്രശ്നമുണ്ട്. RAC ഇത്രേ കൊടുത്തിട്ടുള്ളൂ. ഇത് മൊത്തം ഉണ്ട് കേട്ടോ. ഇതുവരെ ഉണ്ട് 65. മനസ്സിലായില്ലേ? ഇവിടെ 55, 65ഉം 55ഉം കൂടി ആഡ് ചെയ്ത എത്ര? 120. ഇനി 180 ആവാൻ എത്ര വേണം? 60. ഇവിടെ 60. ഈ 60 മനസ്സിലായോ ഇല്ലേ? ഈ 60 മനസ്സിലായോ ഇല്ലേ? ക്ലിയർ ആണോ? യെസ്. ഇവിടെ 60 വന്നു കഴിഞ്ഞാലേ അടുത്ത ക്വസ്റ്റ്യൻ ക്വസ്റ്റ്യൻ BAC എത്രയാണെന്നാണ്? 60 എന്നാണ്. 60 BAC എത്രയാണെന്നാണ്? 60. ക്ലിയർ അല്ലേ? അടുത്ത ക്വസ്റ്റ്യൻ ABP എത്രയെന്നാണ്? ABP എവിടെ? ABP ഇതാ ABP ഇതല്ലേ? അല്ലടാ, ഇതല്ലേ ABP. ഈ ABP എത്രയെന്ന് ചോദിച്ചാൽ അതിന്റെ ആൻസർ എത്രയാണ്? 55. അതെങ്ങനെ 55 വന്ന്? ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞു തന്നത്. Bയിൽ നിന്ന് തുടങ്ങുന്ന ഒരു ടാൻജന്റ് ആണ് PA അല്ലെ? PA എന്നതും PB എന്നതും ഈക്വൽ ആണ്. സോ അത് എന്ത് ട്രയാങ്കിൾ ആണ്? ഐസോസിലസ് ട്രയാങ്കിൾ ആണ്. ഇവിടെ 55 ആണെങ്കിൽ ഇവിടെയും എത്രയായിരിക്കും? 55. അങ്ങനെയാണ് ഇത് 55 ആയപ്പോൾ ഇതും എന്തായത്? 55 ആയത്. ഇത് ക്ലിയർ ആയിട്ടുണ്ടോ? ഇല്ലേ? ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നിങ്ങൾ മനസ്സിലാക്കേണ്ട വെരി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അടുത്ത പോയിന്റ് ഇതാണ്. നമ്മൾ കുറെ ക്വസ്റ്റ്യൻ ഇങ്ങനത്തെ ചെയ്തു, എങ്കിലും ഞാൻ റിപ്പീറ്റ് ചെയ്ത് വീണ്ടും പറഞ്ഞു തരികയാണ്. ലിസൺ. ഈ ഏബിന് എന്താ പറയാ? ഏബിന് എന്തെന്നാ പറയാ? കോഡ്. എന്താ പറയാ? ഏബിന് എന്താ പറയാ? ടാൻജന്റ്. ടാൻജന്റും കോഡും തമ്മിൽ ഉണ്ടാക്കുന്നത് ഇതിന് നേരെ ഓപ്പോസിറ്റിനോട് ഈക്വലാ. റെഡിയാണോ? അല്ലേ? AP എന്ന ടാൻജന്റും AB എന്ന കോഡും തമ്മിലുണ്ടാക്കുന്ന ആംഗിൾ കോഡിന് നേരെ ഓപ്പോസിറ്റിനോട് ഈക്വലാ. ഇവിടെ 65 ആണെങ്കിൽ വേറെ ഏതോ ഒരു സ്ഥലത്ത് 65 വരും. വേറെ 2 സ്ഥലത്ത് 65 വരും. എവിടെയാണ് ആ 2 സ്ഥലങ്ങൾ? ഇവിടെ 65 ആണെങ്കിൽ 2 സ്ഥലത്ത് 60. ഒന്ന് പറയാം 65, കാരണം അത് ഐസോസിലസ് ആവും. ഇവിടെ രണ്ടും 65 ആണെങ്കിൽ വേറെ എവിടെ 65 വരും? ഇവിടെയും 65 വരും, കാരണം ഈ കോഡിന്റെ നേരെ ഓപ്പോസിറ്റ്. സോ ABP എത്രയെന്നാണ് ക്വസ്റ്റ്യൻ? ABP എത്രയാണ് ആദ്യത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ? ABP 55. PQRലെ എല്ലാ ആംഗിൾസുകളും കാണാനാണ് അടുത്ത ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് എല്ലാ ആംഗിൾസുകളും കിട്ടും. ഇവിടെ 55 വന്ന എത്രയായി? 110 അല്ലെ? അപ്പൊ ഇവിടെ എത്ര വരിക? 70. ഇവിടെ 65 വന്ന 130. ഇവിടെ എത്ര വരിക? 50. ഒരു ട്രയാങ്കിളിലെ 2 ആംഗിൾസ് എത്തിയ മൂന്നാമത്തെ ആംഗിൾ ഇവിടെ കിട്ടും. വേഗം ചെയ്ത് നോക്ക്. ആദ്യം ഞാൻ ആംഗിൾസ് നിങ്ങൾ എടുത്ത് എഴുതണം കേട്ടോ, എന്നാലേ മാർക്ക് കിട്ടുള്ളൂ. ആംഗിൾ P 70, ആംഗിൾ R എത്ര? 50 അല്ലെ? ഇനി ഏതാണ്? ആംഗിൾ Q എത്രയാണ്? 60. അതായത് എല്ലാ ആംഗിൾസുകളും എഴുതാനാണ് ക്വസ്റ്റ്യൻ. എല്ലാ ആംഗിൾസുകളും കണ്ടുപിടിച്ച് എഴുതണം. ദിസ് ക്വസ്റ്റ്യൻ ഈസ് വെരി ഇമ്പോർട്ടന്റ്. കാരണം ഇതിന്റെ മുമ്പത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകളിലെല്ലാം ഈ മോഡൽ ക്വസ്റ്റ്യൻ ഉണ്ട് ഇല്ലേ? അതുകൊണ്ട് ഇത് ഇമ്പോർട്ടന്റ് ആണ്. വേഗം അടുത്ത ആൾക്കൊന്ന് പറഞ്ഞു കൊടുക്കുക. വേഗം പറഞ്ഞു കൊടുത്തോളൂ.